നമസ്കാരം കൂട്ടുകാരെ, ഞാനിന്ന് പറയാൻ പോകുന്ന ന്യൂമറോളജിയുടെ തന്നെ വിഷയമായ സിഗ്നേച്ചറിനെ കുറിച്ചാണ്. അതെ, പൊതുവെ ന്യൂമറോളജിയിൽ 4 വിഷയങ്ങളിൽ നിന്നാണ് നമുക്ക് സ്പോട്ട് ഏറ്റവും കൂടുതൽ ലഭിക്കുക. ഒരുപാട് വിഷയങ്ങൾ വേറെയുണ്ട്, എന്നിരുന്നാലും 4 മുഖ്യമായ വിഷയങ്ങൾ. 1 നെയിം സ്പെല്ലിംഗ്, പേരിൻ്റെ പങ്ക്. 2 സിഗ്നേച്ചർ അല്ലെങ്കിൽ ഒപ്പ്. 3 ബാങ്ക് അക്കൗണ്ട് നമ്പർ. 4 മൊബൈൽ നമ്പർ. ഈ 4 വിഷയങ്ങളിൽ നിന്നും നമുക്ക് എങ്ങനെ സ്പോട്ട് അല്ലെങ്കിൽ എങ്ങനെ സ്പോട്ട് ഇതിൻ്റെ നേടാം എന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അതിൽ ഒപ്പിൻ്റെ പ്രാധാന്യം, അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒപ്പിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് ഒപ്പ് ഇടുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ നിന്നും വേണം നിങ്ങൾ തുടങ്ങാൻ. അതിനുശേഷം ഒരു പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നത് പോലെ ആയിരിക്കണം ഒപ്പിടേണ്ടത്. അതായത് നിലത്ത് നിന്ന് മുകളിലോട്ടിങ്ങനെ പോകണം. 30 മുതൽ 45 ഡിഗ്രിയോളം ആ രീതിയിൽ വേണം ഒപ്പിടാൻ. അങ്ങനെ ഇട്ട ശേഷം ഒരു ലൈൻ ഇടുക. അതിൻ്റെ അടിയിലായിട്ട് 2 ഡോട്ടും കൂടി ഇടുക. ഇതാണ് സിഗ്നേച്ചറിൻ്റെ മെയിൻ രീതി. കൂടാതെ കുത്ത്, കോമ അങ്ങനെ ഒന്നും ഇടാൻ പാടില്ല. അതായത് കുത്ത്, കോമ എന്ന് ഉദ്ദേശിക്കുന്നത് ചിലവർ ഈ പേരിട്ട് കഴിഞ്ഞിട്ട് അടിയിലൊരു വരയിട്ടിട്ട് ഒരു കുത്ത് ഇടും. ആ അടിയിലൊരു കുത്ത് ഇടൽ എന്ന് പറഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് പോലെയാവും. അത് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് അത് ഒരു പക്ഷേ തട വരാൻ സാധ്യത കൂടുതലാണ്. ആയതിനാൽ ഒപ്പിടുമ്പോൾ കൂടുതലും കുത്തും വരകളും വെട്ട്, അതായത് ചിലർ പേരെഴുതിയിട്ടൊരു വെട്ടിടും, അതും ഇടാൻ പാടില്ല. കൂടുതലും മിക്കവരും വായിക്കത്തക്കതായ രീതിയിലായിരിക്കണം ഒപ്പിടേണ്ടത്, വ്യക്തമായിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഷയവും കൂടിയാണ് സിഗ്നേച്ചർ. ആയതിനാൽ ഇത് 100 ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത ശേഷം ബാങ്കിൽ പോയിട്ട് അത് മാറ്റാം. എന്നിട്ട് നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ 30-40% മാറ്റം നിങ്ങളുടെ സിഗ്നേച്ചറിൽ നിന്നും നിങ്ങൾക്ക് നേടാം. എൻ്റെ ചാനലിൻ്റെ പേരാണ് സംഖ്യകൾ സംസാരിക്കും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നന്ദി, നമസ്കാരം.